ഇതെപ്പോഴാ മോളെ നീ അമ്പലത്തിലേക്ക് പോയത്? സൂര്യ സാറിന്റെ പേരിൽ ഒരു വഴിപാടുണ്ടായിരുന്നു, അത് കഴിപ്പിക്കാൻ വേണ്ടി പോയത്. എന്റെ പേരിൽ വഴിപാടോ? അതെ, എത്രയും വലിയ ടെൻഡറൊക്കെ എടുക്കാൻ പോവല്ലേ, അപ്പോ ദൈവങ്ങളുടെ അനുഗ്രഹം ഇല്ലാതെ പറ്റുമോ? കേട്ട് പഠിക്കടാ. ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചാൽ മാത്രം പോരാ, അല്പം വിശ്വാസം കൂടി വേണം, എന്നാലേ ഒരു പൂർണ്ണത വരൂ. മോളെ, നീ ആ പ്രസാദം ഇട്ടു കൊടുക്ക്. ആയിക്കോട്ടെ. എന്റെ വിജയത്തിന് വേണ്ടി എന്റെ ഭാര്യ പ്രാർത്ഥിക്കുമ്പോ അതിന്റെ കൂടെ നിൽക്കാതെ എങ്ങനെ? പത്മയെ തോൽപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങളിൽ കയറി ഇറങ്ങാനൊക്കെ ഇപ്പൊ ആളുണ്ട്. അച്ഛാ, ഈ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാര് അവരുടെ ആരോഗ്യത്തിനു വേണ്ടി വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അത് കണ്ട് അസൂയ തോന്നിട്ട് കാര്യമൊന്നുമില്ല. ആർക്കാ അസൂയ? ടെൻഡർ സ്ഥലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദൈവങ്ങളൊന്നും അല്ലല്ലോ, കണക്കുകളല്ലേ. പത്മ, എന്തിനാടോ ഒരു തർക്കം? ഞങ്ങള് തമ്മിലൊരു മത്സരം നടന്ന അതിൽ ആര് ജയിക്കണമെന്നാ നിങ്ങൾക്ക് ആഗ്രഹം? പറയില്ലല്ലേ? അത് എനിക്കറിയാം, നിങ്ങൾക്കിഷ്ടം ഞാൻ തോൽക്കാന്. ഇവിടെ മറ്റു പലരുടെ ഇഷ്ടം അത് തന്നെയാ. പക്ഷേ ഈ കളിയിൽ അവസാനം ചിരിക്കുന്നത് പത്മ തന്നെയാവും, അതിലാർക്കും ഒരു സംശയവും വേണ്ട. തോൽക്കുന്നത് വരെ ഈ ആത്മവിശ്വാസം വളരെ നല്ലതാ. നാളെയാണല്ലോ ടെൻഡർ, നാളെയാണ് പൊൻവളയിടുന്ന ചടങ്ങ്. അച്ഛാ, എനിക്ക് കമ്പനിയിൽ പോയിട്ട് ചില പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാനുണ്ട്. തോൽക്കാൻ വയ്യല്ലോ. അവന്റെ കാര്യത്തിൽ താൻ ആർത്തലച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറാവുന്നില്ലല്ലോ പത്മ. അതെ, ഓരോരുത്തരുടെ വ്യക്തിത്വത്തിന്റെ പ്രശ്നം. കളിക്കുന്ന പ്രായത്തില് അവന് ജയിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് തോറ്റു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കാലം മാറി, പ്രായവും മാറി. ചങ്കൂറ്റുണ്ടെങ്കിൽ അവൻ എന്നെ മറികടന്ന് ജയിക്കട്ടെ.